ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് കുറച്ച് സ്റ്റഡുകളുടെ കളക്ഷൻസ് ആയിട്ടാണ്. ലെങ്ത് ആവില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ഹെയർ ആക്സസറീസും ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഐറ്റംസിൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും ഇത്. ഏകദേശം അവസാനത്തെ വീഡിയോ ആയിരിക്കും. പിന്നെ ഉള്ളതൊക്കെ ബീഡ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്മൾ കുറച്ച് പുതിയ ഐറ്റംസൊക്കെ അതായത് നമ്മൾ ഇനി വേറെ ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ ഇടാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇടയ്ക്ക് ഇതേപോലെയുള്ള ഐറ്റംസ് കൊണ്ടുവരുമ്പോൾ ഈ വീഡിയോസും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ ക്രോഷറ്റിൻ്റെയും ബീഡ്സ്, ബാഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിലൂടെ തന്നെ ക്ലാസ്സുകളായിട്ട് ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ട് അതിനും നൽകുക. ഇതും ഉണ്ടാവും അതിൻ്റെ ഒപ്പം. രണ്ടും കൂടെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് അങ്ങനെ കൊണ്ടുപോകാൻ. ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടല്ലോ, പെയ്ഡ് കോഴ്സുകളൊക്കെ ഉണ്ട് നമുക്ക്. ആരി എംബ്രോയിഡറി, അതുപോലെ തന്നെ ജ്വല്ലറി മേക്കിംഗ്, ഹാൻഡ് എംബ്രോയിഡറി, റെസിൻ ആർട്ട്, അതിൻ്റെയൊക്കെ പിന്നെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഒരു 3 ബാച്ച് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. 4th ബാച്ചിന് നെക്സ്റ്റ് മന്തിലൊക്കെ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ തുടങ്ങുന്നുള്ളൂ. ഇപ്പോൾ 3rd ബാച്ച് വരെ കഴിഞ്ഞിട്ടുണ്ട് ഈ 4 ക്ലാസ്സുകളും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗിവ് അവേയുടെ കാര്യം മറക്കരുത്. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിരിക്കും നമ്മളത് എടുക്കുക, ഏതെങ്കിലും ഒരു ദിവസം. പിന്നെ നമുക്ക് ഇതിൽ വേണ്ടത്ര റെസ്പോൺസ് ഒന്നും കിട്ടിയിട്ടില്ല, അത്ര അധികം കമൻസ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ കമൻസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മൾ ഇനിയുള്ള വീക്കുകളിൽ ഇത് വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് നേരിട്ട് 100 കമൻസ് ഒക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷേ അതിലൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഒരു വീഡിയോയിൽ തന്നെ ഇതേപോലെ കമൻറ്റ് കൂടുതൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു വീഡിയോയിൽ തന്നെ 3, 4, 5 കമൻറ്റ് ഇടുന്ന വ്യക്തികളുണ്ടാവും. അപ്പോൾ നമുക്ക് YT സ്റ്റുഡിയോയിൽ നോക്കുമ്പോൾ അവരുടെ 100+ കമൻസ് ആയിരിക്കും കാണുക. അവർക്ക് കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. ഒരു വീഡിയോയ്ക്ക് തന്നെ ഇങ്ങനെ പല കമൻസ് ഇട്ടിട്ട് പിന്നെ കാണാതിരുന്നിട്ട് അങ്ങനെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. എല്ലാ വീഡിയോയ്ക്കും കമൻറ്റ് ഇടുന്ന വ്യക്തികൾക്കല്ലേ നമ്മൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഒരു വീഡിയോയിൽ തന്നെ 4, 5 കമൻറ്റ് ഇട്ടിട്ട് കമൻസിൻ്റെ എണ്ണം YT സ്റ്റുഡിയോയിൽ കൂട്ടിയിട്ട് കാര്യമില്ല. ഓക്കെ, അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല. ഫുൾ സപ്പോർട്ടായിട്ട് നമുക്ക് ഇത് തന്നെ നമ്മൾ കമൻറ്റ് ഇടാൻ പറഞ്ഞാലും തുറന്ന് നോക്കി വെറുതെ കമൻറ്റ് ഇട്ട് പോകുന്ന ആൾക്കാരുണ്ട്. കാരണം നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിൽ നോക്കിയാൽ അറിയാം, ആവറേജ് വ്യൂ ഡ്യൂറേഷൻ വരുമല്ലോ, അത് നോക്കിയാൽ അറിയാം ഏകദേശം എത്ര ഇതിൽ കാണുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഈ ആഴ്ച വലിയ റെസ്പോൺസ് ഒന്നും ആരുടെ ഭാഗത്തുനിന്നൊന്നും എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോസിൽ ഇടുമ്പോൾ കമൻസ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരാഴ്ചത്തെ കഴിഞ്ഞാൽ നമുക്ക് വേണ്ട സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ഗിവ് അവേസ് കൊടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 15K ആവുമ്പോൾ, ഇപ്പോൾ നമുക്ക് 14.2 ആ ഒരു ഇതിലാണ് സബ്സ്ക്രൈബേഴ്സ് വരുന്നത്. 15K എത്തുമ്പോൾ നമ്മൾ നല്ലൊരു എന്താ പറയുക ഗിവ് അവേ ആയിട്ട് കൊടുക്കും. ഇങ്ങനെ നമുക്ക് ഇതേപോലെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ 15K എത്തുമ്പോഴായിരിക്കും കൊടുക്കുക, ഈ ആഴ്ചയിലെ വിന്നറെ സെലക്ട് ചെയ്ത ശേഷം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കമൻസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച്, കമൻസ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നമുക്ക് റീച്ചും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കുറച്ച് സ്റ്റഡുകളാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഗോൾഡ് പ്ലേറ്റഡിൻ്റെ സ്റ്റഡുകളുണ്ട് കേട്ടോ. കുറേ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട്. ഈ ഗ്രൂപ്പിൽ വീഡിയോ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഫോട്ടോ ഷെയർ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് സ്റ്റഡുകൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉണ്ട്. അത്ര അധികം റേറ്റ് ഒന്നും ഇല്ല കേട്ടോ ഇതിന്. പക്ഷേ ഷോപ്പുകളിൽ നല്ല അത്യാവശ്യം റേറ്റ് ഉണ്ട് ഇതിന്. നമുക്കിതാ നല്ലൊരു മോഡലാണ് കേട്ടോ. എല്ലാം നമ്മൾ ഒരേ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ. എല്ലാം ഒരേ റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത്. 75 രൂപയ്ക്കാണ് കേട്ടോ എല്ലാ സ്റ്റഡ്സും കൊടുക്കുന്നത്. 75 രൂപയാണ്, പ്രത്യേക ഓഫറാണ് കേട്ടോ. ഇതാ ഇതിൻ്റെ കണ്ടോ, ചങ്കേരി വരുന്നത് ഈ ഒരു മോഡൽ ഹാങ്ങിങ് സ്റ്റഡിൽ ഇതേപോലെ ബോൾ ഹാങ്ങിങ്സ് വരുന്നതാണ് കേട്ടോ. ഇനി വരുന്നത് ഈ ഒരു മോഡൽ ഹാർട്ട് ഷേപ്പിൽ കണ്ടില്ലേ. ഇതും ഇങ്ങനെ പിരിച്ച് കയറ്റുന്ന ചങ്കീരിയാണ്. ഈ നമ്മുടെ കാതിൽ ഇൻഫെക്ഷൻ, അതായത് ഇങ്ങനെ കാത് പഴുക്കില്ലേ കമ്മലിടുമ്പോൾ ചിലർക്ക് അലർജിയുടെ എന്നൊക്കെ പറയും. അത് നമ്മൾ കാല് നീട്ടുള്ളത് ഇട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്കത് കുറയ്ക്കാൻ പറ്റും കേട്ടോ. കാരണം കാല് നീട്ടില്ലാതാവുമ്പോഴാണ് അത് അവിടെ ടൈറ്റ് ആയിട്ടിരുന്ന് നമുക്കവിടെ ഇറിറ്റേഷൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് നീട്ടമുള്ള കാലുകൾ യൂസ് ചെയ്താൽ ആ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാ 4 സ്റ്റഡുകളേ ഉള്ളൂ കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ട്. ഈ 4 സ്റ്റഡുകളേ ഉള്ളൂ. കണ്ടോ, ഇതിൽ ഹാർട്ടിൽ വന്നിട്ട് ഒരു ബോൾ ഹാങ് ചെയ്ത്, ഒരു ഗോൾഡൻ ബോൾ ഹാങ് ചെയ്ത് വന്നിട്ടുള്ളത്. എല്ലാം 75 രൂപയാണ്. ഇതിൽ കുറയ്ക്കരുത്. നിങ്ങൾക്കിത് 100 രൂപയ്ക്കും 120 രൂപയ്ക്കൊക്കെ സെയിൽ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതാ ഇത് ഈ ഒരു മോഡൽ കണ്ടോ, ഇതിങ്ങനെ ഹാർട്ടിൻ്റെ ഹാങ്ങിങ് ആയിട്ട് വന്നിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. എല്ലാം നല്ല അടിപൊളി കളക്ഷൻസാണ്. എല്ലാത്തിനും ഒരേ റേറ്റിലാണ് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത്. 75 രൂപ കേട്ടോ. എല്ലാം 75 രൂപ. അപ്പോൾ ഇങ്ങനെ അത്ര 4, ബാക്കിയെല്ലാം സ്റ്റോക്ക് ഔട്ട് ആയതാണ്. 4 മോഡൽസാണ് കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തത് നമുക്ക് വരുന്നത് ഇതാ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന, ഇത് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെയും സ്റ്റഡൊക്കെ ചോദിച്ച് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കാണിച്ച് തന്നിട്ടുള്ള കമ്മലുകളും ഇതൊക്കെ തന്നെയാണ് നമ്മളിതിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതാ ഗോൾഡ് പ്ലേറ്റഡിൻ്റെ നമ്മൾ കണ്ടല്ലോ. ഇനി ഈ സ്റ്റഡ്, ഇതിൻ്റെ ബാക്ക് ഭാഗം വരുന്നത് ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഇത് അത്യാവശ്യം
നമുക്ക് ഒരുപാട് നാൾ യൂസ് ചെയ്യാം. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നതാണ്. ഇത് ഹാർട്ട് ഒരെണ്ണത്തിൽ 3 ജോഡി ഉണ്ടാവും. അപ്പോൾ ഒരെണ്ണത്തിന് അതായത് ഇങ്ങനെ ഒരു പാക്കറ്റിന് വരുന്ന റേറ്റ് 38 രൂപയാണ് കേട്ടോ. അതിൻ്റെ തന്നെ ബട്ടർഫ്ലൈയും ഇതിൽ 3 ജോഡി ഉണ്ട് കേട്ടോ. ഇത് ഹാർട്ടും ഇത് ബട്ടർഫ്ലൈയും. ഒരുപാട് പേര് നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിയിരുന്നു. ഇനി നമുക്ക് വളരെ കുറച്ച് പീസേ ഉള്ളൂ. 2 പാക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ നമുക്ക് ഒരു പാക്കറ്റിന് 35 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഏറ്റവും കുറഞ്ഞ റേറ്റിലാണ് നമ്മളത് കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക. റീസെല്ലേഴ്സിന് ഭയങ്കര ഉപകാരമായിരിക്കും ഇത്. എന്തായാലും നിങ്ങൾക്കൊരു 50 രൂപ 60 രൂപയ്ക്ക് നല്ല ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന കമ്മലാണ് കേട്ടോ. ഓരോന്നിനും ഇതിങ്ങനെ ഒരു പാക്കറ്റ് 60 രൂപയ്ക്കൊക്കെ ഈസി ആയിട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും കൂടെ എടുക്കുമ്പോൾ പിന്നെ 2 പാക്കറ്റ് എടുക്കുമ്പോൾ ഒരു പാക്കറ്റിന് 35 രൂപ വരുന്നുള്ളൂ. ഓരോ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ 38 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊരു മോഡൽ. പിന്നെ നമുക്ക് വരുന്നത് കണ്ടില്ലേ, പേളും സ്റ്റോണും കൂടി ചുറ്റും സ്റ്റോൺ വെച്ചിട്ട് നടുവിൽ പേൾ. ഇത് അത്യാവശ്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇത് ക്വാളിറ്റി കുറഞ്ഞ ടൈപ്പ് ആയിരിക്കുന്നു. പക്ഷേ നമുക്കിത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ്. ഞാനിത് യൂസ് ചെയ്ത് നോക്കിയിരുന്നു. ഇതിൻ്റെ ബാക്ക് പോർഷൻ വരുന്നത് കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെ ഒരു വാഷൊക്കെ വെച്ചിട്ട് വരുന്ന ആ ടൈപ്പിലുള്ളതാണ്. നടുവിൽ പേളാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രീന്, ഡാർക്ക് ബ്ലൂ, റെഡ്, പിന്നെ ഇതൊരു മെറൂൺ കളറ്, പിന്നെ ഇതൊരു ബ്ലാക്ക് കളർ, അങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതിൻ്റെ വേറെ പീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, അതിൻ്റെ വേറെ പീസ് ഇല്ല. ഇതിൻ്റെ ഈ ഒരു ഇങ്ങനെ പേള് വന്നിട്ട് ചുറ്റും ഈ ഒരു റോസ് ഗോൾഡിൻ്റെ പോലത്തെ, റോസ് ഗോൾഡ് അല്ല ഗോൾഡിൻ്റെ പോലത്തെ സ്റ്റോൺ വരുന്നത് നടുവിൽ പേള് വെച്ചിട്ടുള്ളത് ഇതുണ്ട്. ഈ ഒരു മോഡലുണ്ട് കേട്ടോ. ഇങ്ങനത്തെ വരുന്നുണ്ട്. പിന്നെ നടുവിൽ പേള് വെച്ചിട്ടുള്ളത് പിന്നെ വേറെ വരുന്നില്ല. ഇത് മാത്രമാണ് പേള് വെച്ചിട്ടുള്ളത്. നടുവിൽ പേള് വെച്ചിട്ടുള്ളത് ഇത് മാത്രമാണ് വരുന്നത്, ഈ 2 മോഡൽ. അപ്പോൾ ഇത് ഒരു പെയറിന് 25 രൂപയാണ്. ആകെ ഇത്ര പീസസേ ഉള്ളൂ പേള് വെച്ചിട്ടുള്ളത് കേട്ടോ. ഡെയിലി വെയർ ആയിട്ട് ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്നവർക്ക്, കോളേജിൽ പോകുന്നവർക്കൊക്കെ സ്ഥിരം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇതാണ്. പെട്ടെന്ന് ഇങ്ങനെ സ്റ്റോണും പേളും ഇതൊന്നും പെട്ടെന്ന് കളറും പോവില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളും നമുക്ക് ഒന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 6 പെയർ എടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇത് 3ഉം പിന്നെ ഇത് 2ഉം ഇതിൽ നിന്ന് ഒരു പെയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പെയറിന് 20 രൂപ വെച്ചിട്ടായിരിക്കും കേട്ടോ. 6 പെയർ എടുക്കുമ്പോൾ ഒരു പെയറിന് 20 രൂപ വെച്ചിട്ട്, അല്ലെങ്കിൽ ഒരു പെയറിന് 25 രൂപ. അപ്പോൾ പേൾ വരുന്നത് ഇതാണ്. പിന്നെ സ്റ്റോൺ വരുന്നത് ഫുൾ സ്റ്റോൺ ആയിട്ട് വരുന്നത് കേട്ടോ. ഫുൾ സ്റ്റോൺ വരുന്നത് കുറച്ച് പീസുകളേ ഉള്ളൂ. നമുക്ക് നോക്കാം. ഇതാ ഇത്ര പീസസ് ഫുൾ സ്റ്റോൺ വരുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാ ബ്ലാക്ക്, ഇതൊരു മെറ്റാലിക് കളറാണ്. ബ്ലാക്കിൽ ഒരു മെറ്റൽ കളറിൽ വരുന്നതാണ്. പിന്നെ ഇത് ഫുൾ വൈറ്റും റോസ് ഗോൾഡും കൂടി, വൈറ്റ് സ്റ്റോണും പിന്നെ റോസ് ഗോൾഡാണ് അതിൻ്റെ ബേസ് വരുന്നത്. പിന്നെ ഇത് വരുന്നത് ഒരു ബ്ലാക്ക്, ഇങ്ങനെ നല്ലൊരു ഇതിൻ്റെ പോലെയല്ല, ഇത് വേറൊരു ഇത് വരുന്നത് ഗ്രീനാണ് കേട്ടോ. ഒരു ഡാർക്ക് ഗ്രീൻ കളറാണ്. പിന്നെ വരുന്നത് ഇതിങ്ങനെ സ്റ്റോണാണ്. സെൻറ്ററിൽ കളർ സ്റ്റോണും ചുറ്റും ഇതേപോലെ ഒരു ഗോൾഡ് കളറിലുള്ള സ്റ്റോണും വെച്ചിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഇതും സെൻറ്ററിൽ വന്നിട്ടുള്ളത് വേറെ കളർ സ്റ്റോണും ഇതും ഒരേ ഇതിൽ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 6 പെയറായിട്ട് എടുക്കാം. 6 പെയറായിട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്നൊക്കെ മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ. 6 പെയർ എടുക്കുമ്പോൾ ഒരു പെയറിന് 20 രൂപ. അതല്ല ഒറ്റ പെയറായിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു പെയറിന് 25 രൂപ. ഈ റേറ്റിന് നിങ്ങൾക്ക് ഷോപ്പുകളിൽ കിട്ടില്ല ഷുവർ. കാരണം ഇത് അത്ര നല്ല ക്വാളിറ്റി ഉള്ളത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത്രയാണ് നമ്മുടെ സ്റ്റോണിൻ്റെ സ്റ്റഡ് കളക്ഷൻസ്. വെറും 20-25 രൂപയൊക്കെയാണ് വരുന്നുള്ളൂ. ഓക്കെ, പിന്നെ വരുന്നത് കുട്ടികൾക്ക് പറ്റുന്ന സ്റ്റഡുകളായാലും ഇതിൽ റെഡ് സ്റ്റോൺ വരുന്നതുണ്ട് കേട്ടോ. ഫുൾ സ്റ്റോൺ ആയിട്ട് റെഡ് വരുന്നതുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് വരുന്നതിലും നമുക്ക് വളരെ കുറച്ച് പീസസേ ഉള്ളൂ. കണ്ടില്ലേ, ഇത് 2 പെയർ ബട്ടർഫ്ലൈ ആയിട്ട് വരുന്നത്. പിന്നെ ഇതൊരു എന്താ പറയുക, ഒരു റിങ് പോലെ വരുന്ന ഷേപ്പാണ്. ബാക്ക് ഇങ്ങനെയാണ് കേട്ടോ. കണ്ടില്ലേ, എല്ലാത്തിൻ്റെയും ബാക്ക് ഇങ്ങനെയാണ്. മറ്റേതിൻ്റെ ബാക്കും ഇതിൻ്റെ മാത്രമാണ് ബാക്ക് നമുക്ക് വേറെ ടൈപ്പിൽ വരുന്നത്. ഇതും ഒരു ബോ ടൈപ്പിൽ വരുന്ന മോഡലാണ്. ഇത്രയാണ് നമുക്ക് കുട്ടികളുടെ ഇതിൽ റോസ് ഗോൾഡ് ടൈപ്പിൽ സ്റ്റോൺ ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതും 25 രൂപയാണ്. നിങ്ങൾക്ക് ഈ പീസ് ഇതുമ്പോൾ നമുക്ക് വല്ലാണ്ട് കുറയ്ക്കാൻ പറ്റില്ല. ഇതുപോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോൾ 4 മോഡലുണ്ടല്ലോ. ഈ 4 മോഡൽ എടുക്കുമ്പോൾ 20 രൂപയ്ക്ക് തരാം. 4 എണ്ണം, അതായത് ഒരു പെയർ 20 രൂപയ്ക്ക്. അപ്പോൾ 4 പെയർ എടുക്കുമ്പോൾ 80 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ മിക്സ് ആയിട്ട് എടുക്കാം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും എടുക്കാം. നിങ്ങൾക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. എല്ലാം സെയിം റേറ്റ് തന്നെ ആയതുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു കമ്മലാണ്. ഇതിങ്ങനെ ഒരു ഹാങ്ങിങ് വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വെറും 25 രൂപയാണ് കേട്ടോ. ഇതിന് 25 രൂപയാണ്. 35 എന്തോ കൊടുത്തിരുന്നതാണ്. ഇതിങ്ങനെ ഒരു സ്റ്റോണ് പിന്നെ ഇതേപോലെ ഒരു ഹാങ്ങിങ് വരുന്നത്. വെറും 25 രൂപയാണ് ഇതിൻ്റെ റേറ്റ് കേട്ടോ. അത്രയും കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത്. നിങ്ങൾ നോക്കിയിട്ട് എടുത്താൽ മതി. 25 രൂപ. ഓക്കെ.
പിന്നെ വരുന്നത് ഇതാ ഇത് ഈ ഒരു മോഡൽ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. കണ്ടോ, ഇതിങ്ങനെ ബ്ലാക്ക് മെറ്റൽ കണക്ക് വരുന്ന വൈറ്റ് സ്റ്റോൺ ഉണ്ട് ഇവിടെ നടുവിലൊരു ഗോബി സ്റ്റോൺ പോലെ വൈറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ക്രിസ്റ്റൽ ബീഡാണ് വന്നിട്ടുള്ളത്. ഇത് അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം ഷോപ്പുകളിലൊക്കെ, 60 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. നമ്മളിത് കൊടുക്കുന്ന റേറ്റ് 45 രൂപയാണ് കേട്ടോ, 45 രൂപ. പിന്നെ വരുന്നത് ഈ ഒരു മോഡൽ കണ്ടില്ലേ, ഈ ഒരു മോഡൽ. ഇതും ബ്ലാക്ക് മെറ്റൽ പോലെ വരുന്ന നല്ല ഭംഗിയുണ്ട്, കുറച്ചിങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വന്ന് കിടക്കുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 55 രൂപയാണ് കേട്ടോ, 55 രൂപ. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത്, കണ്ടോ, ഇതുപോലെയാണ് ബാക്ക് വരുന്നത്. 55 രൂപ. ഇതിൻ്റെയും ബാക്ക് ഇതാ ഇങ്ങനെ വാഷ് ടൈപ്പ് തന്നെയാണ് എല്ലാവരും വരുന്നത്. ഓക്കെ. പിന്നെ വരുന്നത് ഒരു ജിമിക്കിയാണ്, കണ്ടോ, ഇതിൻ്റെ റേറ്റും വരുന്നത് 55 തന്നെയാണ്. ഇത് ജിമിക്കിയും കമ്മലും. ഓക്കെ, ജിമിക്കിയും കമ്മലുമാണ് 55 രൂപ. നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നില്ലേ? ഒരു ലൈറ്റിൻ്റെ പ്രോബ്ലം നമുക്കുണ്ട്. ബ്ലാക്ക് മെറ്റലിൽ പോലെ വരുന്നതാണ്, ബ്ലാക്ക് ബീഡൊക്കെ ഹാങ് ചെയ്ത് വരുന്ന മോഡൽ. 55 രൂപയാണ് കേട്ടോ, കണ്ടില്ലേ, 45 രൂപ. ഇതും 55 രൂപയുടെ മോഡൽ. നെക്സ്റ്റ് വരുന്നത് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് ഞാൻ എടുത്തതാണ്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, കുറച്ച് ഹാങ്ങിങ് കുറച്ച് കൂടുതലാണ് ഇതിന്. നല്ല അത്യാവശ്യം ഇറക്കത്തിലൊക്കെ ഇടാൻ പറ്റിയ ബ്ലാക്ക് മെറ്റലിൽ സിൽവർ പോലെ വരുന്ന ആ ഒരു, പിന്നെ മഴവിൽ കളറിൽ സ്റ്റോണും ഒക്കെ വരുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 60 രൂപയാണ്. അപ്പോൾ വേണ്ടവർ, ഇത്രയാണ് നമ്മുടെ സ്റ്റഡ്സിൻ്റെ കളക്ഷൻസ് കേട്ടോ. വേണ്ടവർ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. ഇനി നമുക്ക് വരുന്നത് കുറച്ച് ഹെയർ ആക്സസറി ആണ്. കുറച്ചേ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. നമുക്ക് ഇത് വീഡിയോ ഇങ്ങനെ കുറേ നീട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ദാ ഇത് വരുന്നത് ടിക് ടാക് ക്ലിപ്പിലാണ്. ഇങ്ങനെ ഒരു ബോ ടൈപ്പിലാണ് വരുന്നത്. ഇത് നമുക്ക് 6 പെയർ ഉണ്ടാവും. 1 2 3 4 5 6 പെയർ ഉണ്ടാവും. 6 പെയർ ഇതും ഉണ്ടാവും. ഇത് ബട്ടർഫ്ലൈൻ്റെ ആണ്. ഇതിപ്പോൾ നമുക്ക് ലാസ്റ്റ് 2 ഉള്ളൂ, പെരുന്നാളായിട്ടൊക്കെ നമ്മൾ എടുത്തതാണ്. ഒരുപാട് എടുത്തിരുന്നു, പക്ഷേ നമുക്ക് ഇനിയിപ്പോൾ 2 ഇതും കൂടി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് ഒരു ഷീറ്റിന് റേറ്റ് വരുന്നത് 55 രൂപയാണ്. ഇനി 2 എണ്ണം ഒരുമിച്ച് എടുക്കുന്നവർക്കാണെങ്കിൽ നമ്മളിത് 50 രൂപയ്ക്കും തരും. അതായത് 2 ഷീറ്റ് എടുക്കുമ്പോൾ 100 രൂപ. ഓക്കെ, 2 ഷീറ്റ് എടുക്കുമ്പോൾ 100 രൂപ. ഹോൾസെയിൽ പ്രൈസ് ആണ് കേട്ടോ. ഇനി അതിലും കുറയുമെന്ന് ചോദിക്കരുത്. നമ്മളിത് മുമ്പ് കൊടുത്തിരുന്നത് 60-65 രൂപയ്ക്കാണ് ഒരു ഷീറ്റിന്. ഇപ്പം നമ്മൾ ഹോൾസെയിലിട്ട് നമ്മൾ പെരുന്നാളിന് കൊടുത്തിരുന്നതാണ്. പിന്നെ ഇത് നമുക്ക് ഇതേപോലെ ഒരൊറ്റ ഷീറ്റായിട്ടാണ് വരുന്നത്. ഇതിൽ 10 പാക്കറ്റ് ഉണ്ടാവും. അതിൽ ഒരു പാക്കറ്റ് നമുക്ക് 1-2 പാക്കറ്റ് നമുക്ക് സെയിലായിട്ടുണ്ട്. എത്ര പാക്കറ്റാണെന്ന് ഓർമ്മയില്ല. 1 2 ഒരു പാക്കറ്റ് നമുക്ക് സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പാക്കറ്റിൻ്റെ റേറ്റാണ് വരുന്നത്, നമ്മൾ ഏറ്റവും കുറവിനാണ് കൊടുക്കുന്നത്, 15 രൂപ. ഒരു പാക്കറ്റിന് 20-25 നിങ്ങൾക്ക് കൊടുക്കാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണത്. അപ്പോൾ ഇത് ഒരു പാക്കറ്റിന് 15 രൂപയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഈ ഷീറ്റ് 9 എണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ഏകദേശം ഒരെണ്ണത്തിനൊരു ഇത് ഇങ്ങനെ ഒരു പാക്കറ്റിന് 11 10 9 എണ്ണം എടുക്കുമ്പോൾ ആ ഒരു 90 രൂപ 95 രൂപയാണ് വരുള്ളൂ. പിന്നെ 5 എണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റ് 12 രൂപ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പിന്നെ നമ്മൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുന്നവർക്ക് റേറ്റ് നമ്മൾ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ഈ ഐറ്റംസ് ഒരുമിച്ച് സെയിൽ ചെയ്യാൻ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് നമ്മൾ ഒന്നും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇത് 9 പാക്കറ്റ് ഉള്ളൂ. അപ്പോൾ അതിനൊരു 9 പാക്കറ്റ് ഒരുമിച്ച് എടുക്കുമ്പോൾ ഒരു 90-95 ആ ഒരു റേഞ്ചിൽ നമ്മൾ തരും. അല്ലാതെ ഓരോ പാക്കറ്റ് എടുക്കുന്നവർക്ക് 15 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് ആക്ച്വലി ഒരുപാട് പാക്കറ്റ് നമുക്ക് ചിലവായിട്ടുണ്ടായിരുന്നു. ഇത് പിന്നീട് പോയപ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. വേറൊരു മോഡലാണ് കിട്ടിയിരുന്നത്. ഈ ഒരു മോഡലിലാണ് കിട്ടിയിരുന്നത്. കണ്ടില്ലേ, ഇതിൽ 2 ടൈപ്പും വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം റേറ്റിന് കൊടുക്കാം. ഇത് നല്ല റേറ്റിന് കൊടുക്കാം. നമ്മളിത് ഒറ്റ വിലയ്ക്ക് കൊടുക്കുന്നത്. ഇതും 15 ഇതും 15 തന്നെ. നിങ്ങൾക്ക് ഇത് 20-നും 25-നും കൊടുക്കാം. കാരണം ഇതിൽ 4 അതായത് 2 പേർ 4 എണ്ണം ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ക്രാബ് ക്ലിപ്പും വരുന്നുണ്ട്. പിന്നെ ബാൻഡും വരുന്നുണ്ട് ഇതിൽ. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് 20-നും 25-നും ഒക്കെ കൊടുക്കാം ഒരു പാക്കറ്റ്. ഇതിങ്ങനെ ഒരു ഷീറ്റ് 10 എണ്ണം ഒരു ഷീറ്റ് 10 എണ്ണമായിട്ട് എടുക്കുമ്പോൾ 110 രൂപയ്ക്ക് 110 രൂപ 100 രൂപ ആ റേഞ്ചിൽ നിങ്ങൾ എടുക്കുന്നതനുസരിച്ച് നമ്മൾ കുറച്ച് തരുന്നതായിരിക്കും. പക്ഷേ ഒരു പാക്കറ്റ് എടുക്കുമ്പോൾ 15 രൂപ കേട്ടോ ഒരു പാക്കറ്റിന്. ഇതും അങ്ങനെ തന്നെ ഇതെടുക്കുമ്പോൾ 15 രൂപയാണ്. 5 എണ്ണം എടുക്കുകയാണ്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു ഫുൾ പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 100 രൂപയ്ക്ക് തരാം. ഓക്കെ, ഇത് 100 രൂപയ്ക്ക് തരാം കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ 100 രൂപ. ഇതിനാണെങ്കിൽ ഇതിലിനിയിപ്പോൾ 9 പാക്കറ്റ് എന്തോ ഉള്ളൂ. 1 2 3 4 5 8 പാക്കറ്റ് ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ 8 പാക്കറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് കുറച്ചും കൂടി ഐറ്റംസ് ഉണ്ട് ഇതിൽ. കണ്ടില്ലേ,
അതായത് ഇതിൽ ബാൻഡ് നല്ല കൂടുതലുണ്ട്. ആ ബാൻഡ് പോലെയല്ല ഈ ബാൻഡ്, ഇത് വ്യത്യാസമുണ്ട്, ഡിസൈൻ വ്യത്യാസമുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ ഇത് നമ്മൾ ആ ഒരു റേറ്റിൽ തരാം. ഓക്കെ, ഒരു 110, അതായത് ഒരു 11 രൂപ റേറ്റിൽ തരാൻ പറ്റും നമുക്ക്. 100 രൂപ 110 രൂപ 10 എണ്ണം എടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും അങ്ങനെ, ഇത് രണ്ടും കൂടെ എടുക്കുന്നവർക്ക് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് 10 രൂപയ്ക്ക് ഒരു പാക്കറ്റ് എന്നുള്ള രീതിയിൽ തരുന്നതായിരിക്കും കേട്ടോ, രണ്ടും കൂടി എടുക്കുമ്പോൾ. പിന്നെ വരുന്നത് ഇത് ബട്ടർഫ്ലൈൻ്റെ ഇതേപോലത്തെ ക്രാബ്. ഇതിങ്ങനെ ഒരു ട്യൂബ് വന്നിട്ട്, ഇത് ആദ്യമൊക്കെ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. ഇപ്പോഴും നമ്മൾ എടുത്തത് ഇതാരോ ചോദിച്ച് വെച്ചിട്ട് നമ്മൾ മാറ്റി വെച്ചതായിരുന്നു, അവരെടുത്തില്ല, പിന്നെ അങ്ങനെ ബാക്കി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് 55 രൂപയ്ക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതൊരൊറ്റ പാക്കറ്റേ ഉള്ളൂ, അതുകൊണ്ട് നമ്മൾ 50 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. ഈ ഒറ്റ ഇതേ ഉള്ളൂ. ഇതിൽ 5 പേരുണ്ടാവും, 5 പേരുണ്ടാവും. 50 രൂപ കേട്ടോ, ഇത് 50 രൂപ. പിന്നെ വരുന്നത് ഈ ഒരു ഷീറ്റ്, കുഞ്ഞ് ക്രാബ് ക്ലിപ്പ് ബട്ടർഫ്ലൈൻ്റെ. ഇതിങ്ങനെ ഒരു ഷീറ്റ് നമ്മൾ 25-നും 30-നൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ലാസ്റ്റ് ടൈം നമ്മൾ 20 രൂപയ്ക്കാണെന്ന് തോന്നുന്നു കൊടുക്കുന്നത്. ഇത് 18 രൂപ. എത്ര ഷീറ്റ് എടുത്താലും ഒരു ഷീറ്റ് 18 രൂപ കേട്ടോ. നിങ്ങൾ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇനി അതിലും കുറയുമെന്ന് ചോദിക്കരുത്, കാരണം അത്രയും നമ്മൾ കുറച്ചിട്ടാണ് കൊടുക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ഈ ഒരു പാക്കറ്റ് മൊത്തം ഇതിൽ എത്ര ഉണ്ടെന്ന് അറിയില്ല. അത്ര 12 ഷീറ്റായിരുന്നു ഒരെണ്ണത്തിൽ. ഇപ്പോൾ 2 പാക്കറ്റ് എന്തോ പോയിട്ടുണ്ട്. അപ്പോൾ 1-2 പാക്കറ്റ് കഴിഞ്ഞിട്ടുണ്ട് തോന്നുന്നു. വേറെ ഒരു പാക്കറ്റും കൂടി ഉണ്ടായിരുന്നു, അത് ഫുള്ള് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കൂടി ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫുള്ളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. 18 എന്നുള്ളത് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഈ ഫുള്ളായിട്ട് പാക്കറ്റ് എടുക്കുന്നവർക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തരും. അത് നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ, നിങ്ങൾ എടുക്കുന്നവരുണ്ടെങ്കിൽ. ഓക്കെ, ഹോൾസെയിലായിട്ട് ചോദിക്കുന്നവരുണ്ടായിരുന്നല്ലോ, അവർക്കാണ് അത് പറയണത്. പിന്നെ ഇത് നമ്മൾ 18-നും 15-നൊക്കെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇത് കണ്ടില്ലേ, 4 പീസുള്ളൂ. ഹാർട്ട് ഷേപ്പിൽ വരുന്ന ക്രാബ് ക്ലിപ്പ് 4 കളേഴ്സാണ് കേട്ടോ. 4 പീസേ ഉള്ളൂ. ഇത് ഒരെണ്ണം 15 രൂപ വെച്ചിട്ട് കേട്ടോ, ഒരെണ്ണം 15 രൂപ വെച്ചിട്ട്. അപ്പോൾ ഇത് 4 എണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 4 എണ്ണത്തിന് 55 രൂപ. ഓക്കെ, 4 എണ്ണം എടുക്കുമ്പോൾ 55 രൂപ. പിന്നെ വരുന്നത് ഈ ഒരു ഫ്ലവർ കണ്ടില്ലേ, ഇത് 18 രൂപയ്ക്ക് കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇത് ഒരെണ്ണം 15 രൂപ. ഓക്കെ, പിന്നെ ഇത് വരുന്നത് ഇതെല്ലാം 15 രൂപ തന്നെയാണ് കേട്ടോ. അപ്പോൾ 18 രൂപയ്ക്ക് എന്താ കൊടുത്തുകൊണ്ടിരുന്നതാണ്. ഇതെല്ലാം 15 രൂപ. ഇതെല്ലാം എടുക്കുകയാണെങ്കിൽ നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. എല്ലാം കൂടി എടുക്കുന്നവരാണെങ്കിൽ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ കണ്ടില്ലേ, ഇത്രയും എല്ലാം 15 രൂപയാണ്. നിങ്ങൾ എടുക്കുന്ന എണ്ണത്തിനനുസരിച്ച് നമ്മൾ റേറ്റ് അഡ്ജസ്റ്റ് ചെയ്ത്, ഇത്രയും പീസുള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തരുമെന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഐറ്റംസ് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വരുന്നത് ഈ ഒരു ഐറ്റം, ഇത് നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയിട്ടുള്ളതാണ്. ഇത് കോമ്പാണിത്. ഇതിൽ സ്റ്റോണും പേൾസും നല്ല അടിപൊളി പേൾസൊക്കെയാണ് വരുന്നത്. കോമ്പാണിത്. ഇത് നല്ല രീതിയിൽ തന്നെ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതിൻ്റെ റേറ്റ് നമ്മൾ വാങ്ങിയ റേറ്റിനേലും താഴ്ത്തിയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. 140 രൂപ കേട്ടോ, 140 രൂപ. നമുക്കിത് അത്യാവശ്യം 155 എത്രയോ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കൊടുക്കുന്നത് 140 രൂപ. നിങ്ങൾക്ക് ഷോപ്പിൽ ഈ റേറ്റിന് എന്തായാലും കിട്ടില്ല, കാരണം ഞാൻ വാങ്ങിയ റേറ്റിനേലും താഴ്ത്തിയാണ് കൊടുക്കുന്നത്. അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വേണ്ടവർ നിങ്ങൾ ഉടനെ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഐറ്റംസ് കണ്ടല്ലോ, ഒക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാകത്തിനാണ് നമ്മളെല്ലാവരും സെറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ വീഡിയോസ് കണ്ട് കമൻറ്റ് ഇടാൻ മറക്കരുത്. നമ്മൾ ഗിവ് അവേ എടുക്കുന്നത് തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച മുതൽ ഞായറാഴ്ചയൊക്കെ വരെ ഇട്ട വീഡിയോസിൽ നിന്നാവും. അതായത് നമ്മൾ ലാസ്റ്റ് എപ്പോഴാണോ വീഡിയോ ഇടുന്നത്, ചിലപ്പോൾ തിങ്കളാഴ്ചയാണ് നറുക്കെടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് മുന്നിട്ട ദിവസം വരെ ഉള്ള വീഡിയോയ്ക്ക് ഉള്ള കമൻറ്റിൽ നിന്നാവും സെലക്ട് ചെയ്യുക കേട്ടോ. ഒരു വിന്നറെ സെലക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.